എല്ലാവർക്കും നമസ്കാരം. റീബത്തിലെ വിഭവങ്ങളെ പരിചയപ്പെടുത്തുന്ന പങ്ക്തി തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോരോ പുതിയ പുതിയ റെസിപ്പികൾ കണ്ടുപിടിക്കും. അത് ഞാൻ റീബത്തിൽ കൊണ്ട് കൊടുക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു നല്ല ഗ്രെയിൻ ഫ്രീ ദോശയാണിത്. സൂപ്പർ ടേസ്റ്റാണ്. നേരത്തെ നമ്മൾ ഗ്രെയിൻ ഫ്രീ ദോശ കുറേ ചെയ്തിട്ടുണ്ട്, ഓർമ്മയില്ലേ? നമ്മൾ വീഡിയോ ഫ്രം 3 to 7 327 മുതൽ 340-43 വരെ ഗ്രെയിൻ ഫ്രീ ഡയറ്റ്സ് ആയിരുന്നു. ഗ്രെയിൻ ഫ്രീ ഡയറ്റ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഗ്രെയിൻ ഫ്രീ ഡയറ്റ്സ്. അതൊന്ന് നമ്മുടെ വയറിനകത്തുള്ള ഈ മൈക്രോഫ്ലോറയുടെ പരിപാടിയുണ്ട്, അവിടെ നമുക്ക് ഗ്രെയിൻ ഫ്രീ വേണ്ടി വരും പലപ്പോഴും. അതായത് ഈ കാർബോഹൈഡ്രേറ്റ് ആണ് അവിടെ വില്ലനാവുന്നത്. അപ്പോൾ അതിനെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള പോഷക പ്രധാനവും കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ്റും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള റെസിപ്പികൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് പ്രധാനമായി ഒബീസിറ്റി, ഫാറ്റി ലിവറിലൊക്കെ ഗ്രെയിൻ ഫ്രീ എക്സലൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ അതുപോലെ ഡയബറ്റീസ് എല്ലാം ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ഗ്രെയിൻ ഫ്രീ ഡയറ്റ് വളരെ എഫക്റ്റീവാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഐഡിയ വന്നതാണ്. അപ്പോൾ അത് അപ്പോൾ തന്നെ എന്തായാലും നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാം എന്നങ്ങ് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രെയിൻ ഫ്രീ ഡയറ്റ് ഇന്ന് ഈ ഗ്രെയിൻ ഫ്രീ ദോശ അങ്ങ് തുടങ്ങിയത്. ഗ്രെയിൻ ഫ്രീ ദോശ എന്ന് പറയുമ്പം ഇപ്പം എങ്ങനെയാണ് ഇത് ടേസ്റ്റ് കൂട്ടാൻ പറ്റുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ സത്യം പറയാൻ ദൈവം തന്നെ ഒരു ചെറിയൊരു ഐഡിയ ഇട്ട് തന്നു. അപ്പോൾ തന്നെ ഞാനത് തയ്യാറാക്കി നോക്കി. എക്സലൻറ്റ് ടേസ്റ്റ്. ഇത് തലേ ദിവസം വെള്ളത്തിലിടണമെന്നില്ല, രാവിലെ വെള്ളത്തിൽ 2-3 മണിക്കൂർ കഴിയുമ്പം തന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടത് ഇതുപോലെ ഒരു കൈപ്പിടി, ഒരാൾക്കാണെങ്കിൽ ഒരു കൈപ്പിടിയൊക്കെ മതിയാവും. ഇത്രയും ഗ്രീൻ പീസ് വെള്ളത്തിലിടുക. അതുപോലെ തന്നെ ഒരു കൈപ്പിടി ഉഴുന്ന് വെള്ളത്തിലിടുക. 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇത് വെള്ളത്തിലൊന്നും ഇടണ്ട, ചുമ്മാ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ മധുരക്കിഴങ്ങ് ഒരു 50 ഗ്രാം, ഒരു കൈപ്പിടിയാണ് 50 ഗ്രാം മതി. അപ്പോൾ ഇതിൻ്റെ പകുതി മതിയാവും. അത്രയും കൂടെ അരിഞ്ഞ് ആദ്യം മിക്സിയിലിട്ടൊന്ന് അരയ്ക്കണം. ആദ്യം ഈ മധുരക്കിഴങ്ങ് അരയ്ക്കണം. എന്നിട്ട് നമ്മൾ ഈ ഗ്രീൻ പീസും ഉഴുന്നും ലേശം ഉപ്പും അതിൻ്റെ കൂട്ടത്തിൽ മുട്ടയും, ഒരു മുട്ട ഹോൾ മുട്ടയും കൂടെ ഇട്ട് ഒരുമിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ മുട്ട വേണ്ടാത്തവർ മുട്ട ഒഴിവാക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. മുട്ടയ്ക്ക് പകരം ഇനി എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചാൽ നടക്കൂല കേട്ടോ. മുട്ടയ്ക്ക് മുട്ട തന്നെയാണ് വേണ്ടത്, എന്നാൽ മാത്രമേ അതിൻ്റെ നല്ല ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ബൈൻഡിങ്ങും നല്ല രുചിയും ഒക്കെ വരുള്ളൂ. അപ്പോൾ മുട്ട എല്ലാവരും കഴിച്ചു തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് ആവശ്യമാണ് മുട്ട. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് വൈറ്റലായിട്ടുള്ള ന്യൂട്രിയൻസ് എവിടെയും ഇല്ലാത്ത വോളിനും ഒക്കെ ഉള്ളതാണ്. നിങ്ങൾ ദയവ് ചെയ്ത് മുട്ടയുടെ മഞ്ഞക്കരു കളയരുത്. നമ്മുടെ വെള്ളക്കരുവിനേക്കാളും പ്രാധാന്യമാണ് മഞ്ഞക്കരുവിന്. അതിനകത്തിരിക്കുന്ന സാന്തിൻ, ഐസോസാന്തിൻ, അതുപോലെ ലൂട്ടിൻ, ഇവയൊക്കെ വേറെ, കോളിൻ, ഇവയൊന്നും വേറെ എവിടെയും കിട്ടൂല. ഇത്രയ്ക്ക് ഒരു എന്താ പറയുക, ഒരു കോഴിക്കുഞ്ഞ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഇത് മുട്ടയുടെ ആ മഞ്ഞക്കരുവിൽ നിന്നാണ് പ്രധാനമായിട്ടും. മറ്റേത് അതിന് പോഷകം കൊടുക്കാനാണ് ഈ പ്രോട്ടീൻ ഇരിക്കുന്നത്, ആൽബുമിൻ. അപ്പോൾ അതുകൊണ്ട് മുട്ട നിങ്ങൾ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം. എത്ര കഴിച്ചാലും കുഴപ്പമില്ല. പിന്നെ കഴിയുന്നതും നാടൻ മുട്ട കിട്ടിയാൽ അത് നല്ലത്. മറ്റുള്ളത് ഈ പറഞ്ഞതുപോലെ കുറച്ച് ബ്രോയിലറിന് കുറേ തീറ്റയുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വരാനും പല പ്രശ്നങ്ങളും ഉണ്ടാവാനും ബ്രോയിലർ മുട്ടയ്ക്ക് കാരണങ്ങളാണ്. അപ്പോൾ ഇത് അരച്ചു, നമ്മൾ ഇത്രയും കൂടെ എടുത്ത് അരച്ചു. ദോശയ്ക്കുള്ള മാവായി. ഇപ്പോൾ ദോശ റെഡിയായി ഇതായിരിക്കുന്നു. പിന്നെ ഇതിനകത്ത് ലേശം നമുക്ക് ഇത് നോക്ക്, ഇത്ര നല്ല സ്മൂത്ത് ദോശയാണെന്ന് നോക്ക്. കണ്ടോ, എനിക്ക് ആ വായിൽ വെള്ളം ഊർക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയ്ക്ക് രുചിയാണിത് കേട്ടോ, നിങ്ങൾ നോക്കണം. അപ്പോൾ ഇതിന് കോമ്പിനേഷൻ എന്താണെന്നറിയാമോ? ഞാൻ പ്രോബയോട്ടിക് പിക്കിൾ എന്ന് പറഞ്ഞ് നമ്മൾ തയ്യാറാക്കത്തില്ലയോ, ആ പിക്കിളാണ് ഇതിൻ്റെ ഐഡിയൽ കോമ്പിനേഷൻ. നിങ്ങൾ വേറെ ഒരു ചമ്മന്തിക്കും പോകണ്ട. തക്കാളി ചമ്മന്തിയും വലിയ കുഴപ്പമില്ല. അപ്പം ഇത് ശകലം നമുക്കെടുക്കാം. ഇത് ഡേറ്റ്സും ലൈമും കൂടെ ഉള്ള പിക്കിള്, പ്രോബയോട്ടിക് പിക്കിൾ. നേരത്തെ നമ്മൾ തയ്യാറാക്കിയ വലിയ വിശദമായ വീഡിയോ വേറെ കിടപ്പുണ്ട്. എങ്ങനെയാണ് പ്രോബയോട്ടിക് പിക്കിൾ തയ്യാറാക്കേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. പിന്നെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്, കമേഴ്സ്യലി അവൈലബിൾ ആണ്. സത്യം പറയാൻ വാക്കുകളില്ല എന്ന് പറയുന്നത് അതാണ് ശരിയായിട്ടുള്ള കാര്യം.
എനിക്ക് പിന്നെയും കഴിക്കാൻ തോന്നുന്നു. സമയം പോകുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് മധുരക്കിഴങ്ങിൻ്റെ പ്രസക്തിയാണിതിൽ. മധുരക്കിഴങ്ങെന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ മുട്ടയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, സിയാസാന്തിൻ എന്ന് പറഞ്ഞ ഏറ്റവും നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഇതിനകത്തുണ്ട്. ബീറ്റാ കരോട്ടിൻ. ഇവയൊക്കെ നമ്മുടെ കണ്ണിനും നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ നമ്മുടെ സ്കിന്നിനും ഒക്കെ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ് ഇല്ലേ, അതൊരു ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. കാരണം ന്യൂട്രിയൻസ് ഉണ്ട്, ഫൈബർ ഉണ്ട്, കുറച്ച് പ്രോട്ടീൻ ഉണ്ട്, മറ്റുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളത് കൊണ്ട് ഇതൊരു ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡാണ്. അതുകൊണ്ട് തന്നെയും പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് ഒഴിവാക്കി മധുരക്കിഴങ്ങ് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. മുട്ട അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റ് സുഭിക്ഷമാണ്. അതോടൊപ്പം തന്നെയാണ് മറ്റുള്ള എല്ലാ ന്യൂട്രിയൻസും ഇതിനകത്താണ്. ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, ഞാൻ വീണ്ടും വീണ്ടും പറയാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം മുട്ട ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. ഏകദേശം നമുക്ക് ഒരു മുട്ടയ്ക്കകത്ത് തന്നെ 6-7 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അപ്പോൾ പ്രോട്ടീൻ ശരീരത്തിന് 3 നേരം വേണമെന്ന് ഞാൻ പറയാറില്ലേ. അപ്പം മുട്ട തീർച്ചയായും നമ്മൾ ഈ ദോശയെ ചേർക്കുമ്പോൾ അങ്ങനെയും നമുക്കൊരു അഡീഷൻ ആവുകയാണ്. ശരീരത്തിന് വേണ്ട വൈറ്റമിൻ D3 ആവട്ടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്തുണ്ട്. അതുപോലെയാണ് ഉഴുന്നും പ്രോട്ടീൻ വളരെ കൂടുതൽ, ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള പൾസസാണ് അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഉഴുന്ന്. അപ്പോൾ ഇത് നമ്മൾ ഈ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഉഴുന്നെടുക്കുക വഴി അതിനകത്തുള്ള ന്യൂട്രിയൻസും ഫൈബർ, നന്നായിട്ട് ഫൈബറുണ്ട്. ഈ പ്രോട്ടീനും ഫൈബറുമാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത്. പ്രത്യേകിച്ചും മൈക്രോഫ്ലോറയുടെ നമ്മുടെ വയറിനകത്തുള്ള സൂക്ഷ്മാണുക്കളുടെ ഭക്ഷണവുമാണ്. അതിനുള്ള സോലുബിൾ ഫൈബേഴ്സാണ് ഇതിനകത്തൊക്കെ ഇരിക്കുന്നത്. അതാണ് ഈ നല്ല ഈ അരച്ചു വരുമ്പോൾ നല്ല കൊഴുത്തിരിക്കില്ലേ, അത് സോലുബിൾ ഫൈബേഴ്സ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഗ്രീൻ പീസിൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. പൾസ് നമ്മളുടെ ഈ പറയുന്ന പയറുവർഗ്ഗങ്ങളിൽ ഏറ്റവും കുറവ് കലോറിഫിക് വാല്യൂ ഉള്ളത് ഇതിലാണ്. 80 കലോറിയേ ഉള്ളൂ. അതേസമയം മറ്റുള്ള വയറിലൊക്കെ 140-200 കലോറി. പിന്നെ ന്യൂട്രിയൻസിൻ്റെ കലവറയാണ്. പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ്, ഇങ്ങനെയുള്ളതല്ലേ നമുക്ക് വേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു ഐഡിയൽ കോമ്പിനേഷനാണ് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രുചിയാണ്. ഇത് തീർച്ചയായിട്ടും തയ്യാറാക്കിയിട്ട് എന്നെ വിളിച്ച് പറയണം, മറന്നു പോകരുത് കേട്ടോ. വിളിച്ച് പറയണ്ട, എഴുതി കമൻറ്റ് ബോക്സിൽ അയച്ചാൽ മതി. അപ്പോൾ നമ്മൾ എറണാകുളത്ത് ഞാൻ സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് വരുന്നുണ്ട് കൺസൾട്ടേഷന്. ബയോ വെൽനസ് ക്ലിനിക്കില്ലേ പനമ്പള്ളി നഗറിൽ, അവിടെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഫോൺ നമ്പർ നേരത്തെ ബന്ധപ്പെട്ടാൽ നമുക്ക് എഴുതി വെച്ചിട്ടാണ് ഞാൻ അവസാനം വരുന്ന ഡേറ്റ് ആകുമ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് കറക്റ്റ് സമയമൊക്കെ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. തീർച്ചയായും ഇതൊക്കെ റീബർത്തിൽ കിടക്കുന്ന രോഗികളെന്ന് പറയാൻ പറ്റത്തില്ല, അവർ ഭയങ്കര രോഗമൊക്കെ മാറി നല്ല അടിപൊളിയായിട്ടാണ് ഇറങ്ങി പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിലിരിക്കുന്നത് കൊണ്ട് പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.